ഹായ്. ഇന്ന് ഞാൻ ഈ KSFE ചിട്ടിയുടെ ഒക്കെ പേയ്മെന്റ് നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെ മൊബൈലിൽ കൂടെ ഓൺലൈനായിട്ട് പവർ ആപ്പ് ഉപയോഗിച്ച് KSFEയുടെ പവർ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ പേയ്മെന്റ് ചെയ്യാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് KSFE ചിട്ടി ചേർന്നിട്ട് നമ്മൾ അതിന്റെ മാസം തവണകൾ അടയ്ക്കുന്നത് ബ്രാഞ്ചിൽ പോയി അടയ്ക്കുന്നതിന് പകരം നമ്മുടെ മൊബൈലിൽ കൂടെ തന്നെ പവർ ആപ്പ് ഉപയോഗിച്ച് UPI പേയ്മെന്റ് ഗൂഗിൾ പേ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനാദ്യമായിട്ട് KSFEയുടെ പവർ ആപ്പ് ഉണ്ട്. KSFE പവർ ആപ്പ് ഇപ്പം നോക്കിയാൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ കാണിച്ചേക്കുന്ന KSFE പവർ ആപ്പ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ആദ്യമേ ഒരു പ്രാവശ്യം നമ്മളത് സൈനപ്പ് ചെയ്ത് വെക്കണം. അത് നമ്മുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്ന ഫില്ല് ചെയ്ത് ഒരു പ്രാവശ്യം സൈനപ്പ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് KSFE അത് അപ്രൂവ് ചെയ്തോളൂ. അപ്പം നമ്മുടെ അക്കൗണ്ട്സ് KSFE ചിട്ടികളെല്ലാം അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പം ഞാനിത് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ KSFE പവർ ആപ്പ് ഈ സ്ക്രീന് മോളിൽ കാണുന്നതാണ്. ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു പിന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നങ്ങ് അടിക്കണം. ആ പിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ക്രീൻ വന്നു. ഇതിനകത്ത് ഓപ്ഷൻസ് വരും. ക്വിക്ക് പേ ഉണ്ട്, മൈ ചിറ്റ്സ് ഉണ്ട്, മൈ ലോണ്, മൈ സുഗമ അക്കൗണ്ട്, മൈ സ്മാർട്ട് ഗോൾഡ് ലോണ്, മൈ ഡിപ്പോസിറ്റ്, മൈ റിക്വസ്റ്റ്, മൈ അക്കൗണ്ട്, ഓപ്ഷൻ, ന്യൂ ചിട്ട്, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഈ പേയ്മെന്റ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മൈ ചിട്ട് എടുത്തിട്ട് മൈ ചിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിട്ടികൾ കാണിക്കും. അപ്പൊ ഇതിനകത്ത് കണ്ടു ഇത്രയും ഈ ചിട്ടികൾ ഇതെന്റെ ചിട്ടികളാണ് കാണിച്ചേക്കുന്നതാണ്. അതിൽ ആദ്യത്തെ 997/2021 ആ ചിട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. നമ്മുടെ ചിട്ടി ഡീറ്റെയിൽ കാണിച്ചു തരും. 6-ാം തീയതി സ്റ്റാർട്ട് ആയതാണ്, 6 ജനുവരി 2022. എൻഡ് ഡേറ്റ് 6 ഡിസംബർ ആണ്. ഈ റൈറ്റ് സൈഡിൽ 2 ആരോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണെന്ന് കാണിച്ചു തരും. 52ാമത്തെ ഇൻസ്റ്റാൾമെന്റ് മന്ത്ലി. അടുത്ത ഓപ്ഷൻ 6 ഏപ്രിൽ 2026 ചിറ്റാൻ നമ്പർ കാണിച്ചു തന്നു. ഇതിനകത്തെല്ലാം കാണിച്ചു തന്നു. എന്നിട്ട് ഇത് പ്രൈസ്ഡ് പെയ്ഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വ്യൂ ആൻഡ് പേ എന്നുള്ള ഈ ഇതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. 5000 രൂപ അടയ്ക്കേണ്ടത്. താഴെ കണ്ടോ ആഡ് ടു പേയ്മെന്റ് ലിസ്റ്റ്, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ലിസ്റ്റിലേക്ക് ആഡ് ആയിക്കോളും. അപ്പം ഇത് കഴിഞ്ഞുള്ള പ്രൊസീജിയർ ഞാൻ ക്വിക്ക് പേ കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ലിസ്റ്റ് ആകുക, പിന്നെ പേ ചെയ്യുക മാത്രമേ ഉള്ളൂ. അത് അതിൽ കൂടെ കാണിച്ചു തരാം. അതിലും അറിയാൻ പറ്റും. ബാക്ക് അടിച്ച് ഈ ക്വിക്ക് പേ എടുക്കുക. ക്വിക്ക് പേ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. എൻ്റെ കോട്ടയം 2nd ബ്രാഞ്ചാണ്. കോട്ടയം 2nd ഇട്ടു. ചിട്ടി നമ്പർ 62/2019 ഇട്ടു. ചിറ്റാൻ നമ്പർ 203 ഇട്ടു. ഇനി ചിറ്റാൻ നെയിം അതിന്റെ ഫസ്റ്റ് 3 ആൽഫബറ്റ് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ SUN അടിച്ചു. സുനിൽ എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ള ചിട്ടിയാണ്. ഈ ചിട്ടിയുടെ പേയ്മെന്റ് ചെയ്യാനാണ് ഞാനിപ്പം. ഇതെന്റെ ചിട്ടിയുടെ അല്ല, വേറൊരാളുടെ ചിട്ടിയുടെ പേയ്മെന്റ് ചെയ്യുവാണ്. അപ്പം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് അടിക്കുക. അപ്പം ആ ഡീറ്റെയിൽസ് വന്നു. കണ്ടോ, ചിട്ടി നമ്പർ 62/19, ചിറ്റാൻ നമ്പർ 203, പേര് വന്നു, എന്നാണ് ഡ്യൂ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണെന്ന് കാണിക്കും. 73. 19,640 പേയ്മെന്റ് ചെയ്യേണ്ടത്. നെറ്റ് എമൗണ്ട് കാണിച്ച് ഇത് കണ്ടത് ഡിവിഡൻഡ് കുറച്ചിട്ടാണ്. 20,000 ചിട്ടിയാണ്. 360 ഡിവിഡൻഡ് കുറച്ചിട്ട് 19,640 ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ താഴെ നോക്കിക്കോ, ആഡ് ടു പേയ്മെന്റ് ലിസ്റ്റ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചതിനകത്ത് ഇത് തന്നെ വന്നു. ആ ചിട്ടി കൂടെ പോയാലും ഡയറക്റ്റ് ചിട്ടി സെലക്ട് ചെയ്താലും ഈ ആഡ് ടു പേയ്മെന്റ് ലിസ്റ്റ് എന്ന് വരും. അത് കഴിഞ്ഞുള്ള പ്രൊസീജിയർ സെയിം ആണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഇത് ഞാൻ പറഞ്ഞു തന്നത്. ഡയറക്റ്റ് ചിട്ടിക്കൂടെ നിങ്ങൾ തന്നെ ചിട്ടിയാണെങ്കിൽ ഡയറക്റ്റ് ആ ചിട്ടിക്കൂടെ തന്നെ ചെയ്യാം. മൈ ചിറ്റ്സിനകത്ത് തന്നെ പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വിക്ക് പേ കൂടെ ചെയ്യാം. ഓക്കെ, ആഡ് ടു പേയ്മെന്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള ഇത് വന്നു, ഇങ്ങനെ വന്നു. പ്രൊസീഡ് എന്നുള്ള
ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് അയക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ടു കാർട്ട് താഴത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വന്നു. ചിട്ടി നമ്പറാണിത്. എമൗണ്ട് 19,640. ഇനി താഴെ കാണിക്കുന്നു ആഡ് മോർ വേണേൽ ക്ലിക്ക് ചെയ്താൽ ഇനി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊസീഡ് ടു പേയ്മെന്റ്, ഡയറക്റ്റ് പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ സ്ക്രീൻ വന്നു. ഇതിനകത്ത് പേയ്മെന്റ് ഗേറ്റ് വേസ് ആണ്. ഇതിൽ ഏതൊരു നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ആദ്യമേ പവേർഡ് ബൈ ആക്സിസ് ബാങ്കിന്റെ നോക്കിക്കോ. ആക്സിസ് ബാങ്ക് പവേർഡ് ബൈ റേസർ പേ, ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനകത്ത് നമ്മുടെ UPI ഓപ്ഷൻ ഉണ്ട്, UPI ആപ്പിന്റെ. അപ്പൊ ഏതിക്കൂടെ വേണമെങ്കിലും ചെയ്യാം. ഭീം UPI ഉണ്ട്, ആമസോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ഏതെങ്കിലും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഗൂഗിൾ പേ സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ് ഈ എമൗണ്ട് അതിൽ കാണിക്കും. 19,960 എന്നുള്ള എമൗണ്ട് കാണിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഡയറക്റ്റ് പിന്നടിച്ച് അങ്ങോട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മുടെ പേയ്മെന്റ് ആവും. ഇപ്പൊ ഞാൻ ആ ഗൂഗിൾ പേയിൽ പോയി കഴിയുമ്പോഴത്തേനും പിന്നെ ആ സ്ക്രീൻ കാണിക്കത്തില്ല ഇതിനകത്ത്. കാരണം ഇത് സ്ക്രീൻ റെക്കോർഡർ ആണ്. പേയ്മെന്റിന്റെ OTP ഒക്കെ അടിക്കും, പാസ്വേഡ് ഒക്കെ അടിക്കുന്നതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പൊ ഗൂഗിൾ പേ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാനകത്ത് ഞെക്കി പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ പേയിലേക്കാണ് പോണത്. തന്നെ പേയ്മെന്റ് ആയിക്കോളും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ബ്ലാങ്ക് സ്ക്രീനേ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്തു. ഈ എമൗണ്ട് വന്നു 19,640. ഇനി ഞാൻ കണ്ടിന്യൂ പേ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ കണ്ടോ, ഗൂഗിൾ പേയുടെ സ്ക്രീൻ വന്നു. ഇനിയിപ്പൊ ഞാനത് OTP അടിക്കുവാണ്. നിങ്ങൾക്ക് അറിയത്തില്ല, അത് കാണാൻ പറ്റത്തില്ല. ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി അത് പേയ്മെന്റിലേക്ക് പിന്നോടി അടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ആയി. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പേയ്മെന്റ് ആയി. നമ്മുടെ നമുക്കൊരു മെസ്സേജ് വരും. ഇങ്ങനെ നിങ്ങളുടെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മെസ്സേജ് വരത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ചിട്ടിയിൽ പേയ്മെന്റ് ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജും വരും. ഓക്കെ, താങ്ക് യു.